ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ചതും നിഗൂഢതയുമായ 10 സ്ഥലങ്ങൾ. നമ്മൾ മനുഷ്യർ ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളും പര്യവേഷണം ചെയ്തിട്ടുണ്ട്. ഉയരം കൂടിയ മലകൾ, ആഴക്കടൽ, എന്തിനേറെ പറയുന്നു ഭൂമിക്ക് പുറത്ത് ചന്ദ്രനിൽ പോലും. എന്നാൽ ഈ ഭൂമിയിൽ ഇന്നും മനുഷ്യന് ഉത്തരം കിട്ടാത്ത രഹസ്യങ്ങൾ നിറഞ്ഞ ഒരുപാടധികം സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ള 10 സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോ നേരെ വീഡിയോയിലേക്ക് കടക്കാം. 10ാമതായിട്ട് വരുന്നത് ഹില്ലിയർ തടാകം. പിങ്ക് നിറത്തിലുള്ള ഒരു തടാകത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ബബിൾ ഗം പിങ്ക് നിറത്തിലുള്ള തടാകം എന്ന പേരിലൊക്കെ ഇതിനറിയപ്പെടുന്നു. പൂർണ്ണമായും പിങ്ക് നിറത്തിലുള്ള വെള്ളമാണ് ഇതിലുള്ളത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഈ തടാകത്തെ 1802 ബ്രിട്ടീഷ് നാവിഗേറ്ററായ മാത്യു ഫ്ലിൻഡേഴ്സ് ആണ് ആദ്യമായി കണ്ടെത്തിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിന്റെ പിങ്ക് നിറത്തിനുള്ള കാരണം ശാസ്ത്രം പറയുന്നത് ഉപ്പിന്റെ അളവ് കൂടിയതും സുനാലിയല്ല സെലീന എന്ന ഒരു തരം ആൽഗയും ചേർന്നുണ്ടായ ബാക്ടീരിയയാണ് ഈ വെള്ളത്തിന്റെ നിറം മാറ്റിയതെന്ന് അവർ പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൽ ഇറങ്ങാനും മത്സ്യങ്ങളും മറ്റും ഇതിൽ ജീവിക്കുന്നുമുണ്ട്. 9ാമതായിട്ട് വരുന്നത് മൗണ്ട് കൈലാഷ്. ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം തുടങ്ങിയ മതങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു പുണ്യസ്ഥലമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകൾ മറഞ്ഞിരിക്കുന്ന ഒരു പർവ്വതം എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു മനുഷ്യനും ഇന്നേ വരെ ഈ പർവ്വതം മുഴുവനായി കയറിയിട്ടില്ല. പല ആളുകളും പല തവണ ഇത് കയറാൻ ശ്രമിച്ചെങ്കിലും പല തടസ്സങ്ങൾ കാരണം അത് പരാജയപ്പെട്ടു. 1950കളിൽ ചൈന ഈ പർവ്വതം കയറാൻ നോക്കിയെങ്കിലും പകുതി എത്തിയപ്പോൾ അവരുടെ യന്ത്രങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ച് അത് പരാജയപ്പെട്ടു. അതുപോലെ ഈ പർവ്വതത്തിന് ചുറ്റും തിളങ്ങുന്ന വെളിച്ചവും പല രീതിയിലുമുള്ള വിചിത്ര ശബ്ദങ്ങളും പല തവണകളായി കേൾക്കാറുണ്ടെന്നും പല ആളുകളും ഇന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നും ശാസ്ത്ര ലോകത്തിന് പോലും കൈലാസ് പർവ്വതത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ രഹസ്യങ്ങൾ ഇന്നും കണ്ടെത്താനായിട്ടില്ല. 8ാമതായിട്ട് വരുന്നത് ഡാർക്ക് എനർജി ടെമ്പിൾ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രം. ഹിമാലയൻ മലനിരകൾക്കിടയിലാണ് ഈ ക്ഷേത്രം ഉള്ളതെന്ന് പലരും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ കൃത്യമായ സ്ഥാനം, ഇതെവിടെയാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നതെന്ന് ഇന്ന് ആർക്കും അറിയില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിഗൂഢ ശക്തിയാൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും അതുപോലെ ഇതിനെ തേടി അന്വേഷിച്ചു പോകുന്ന ആളുകൾ പിന്നീട് തിരിച്ചു കാണലില്ലെന്നും ആ നാട്ടിലെ ആളുകൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഈ ക്ഷേത്രത്തെ തേടി ഇറങ്ങിയ പല സന്യാസിമാരെയും കാണാതാവുകയും പലർക്കും സമനില തെറ്റി ഭ്രാന്തന്മാരായി മാറിയെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ഏതെങ്കിലും ഒരു അമാനുഷിക ശക്തിയായി ബന്ധമുണ്ടോ, അതോ ഇത് വെറും പഴഞ്ചൊല്ലുകൾ, കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണോ എന്ന് ഇന്നും ഒരു നിഗൂഢതയായി തന്നെ ഭൂമിയിൽ തുടരുന്നു. 7ാമതായിട്ട് വരുന്നത് വത്തിക്കാൻ സീക്രട്ട് ആർക്കിവൈസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ലൈബ്രറിയാണിത്. സാധാരണ ലോകത്തുള്ള എല്ലാ ലൈബ്രറികളിലും എല്ലാവർക്കും പോകാനും ബുക്കുകൾ വായിക്കാനും സാധിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു ലൈബ്രറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ലൈബ്രറി സാധാരണ ആളുകൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. പ്രത്യേകം തിരഞ്ഞെടുത്ത 1-2 ഗവേഷകർക്കോ അല്ലെങ്കിൽ പുരോഹിതർക്കോ, അതും ഒരു മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത് ഒരു ദിവസം 3-4 ബുക്കുകൾ മാത്രം മനസ്സിലാക്കാനും വായിക്കാനുമാണ് ഇതിനകത്ത് സാധിക്കുക. അത്രയും കർശനമായ നിയമങ്ങളും സെക്യൂരിറ്റിയിലൂടെയുമാണ് ഈ പറഞ്ഞ വത്തിക്കാൻ സീക്രട്ട് ആർക്കിവൈസ് എന്ന ലൈബ്രറി ഇന്നും ഭൂമിയിൽ നിലകൊള്ളുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന് പോലും കൃത്യമായിട്ട് ഈ ലൈബ്രറിയെ കുറിച്ച് വിവരങ്ങൾ നൽകാൻ കഴിയില്ല. അത്രയേറെ നിഗൂഢതകൾ നിറഞ്ഞ രഹസ്യങ്ങളാണ് ഇതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നത്. 6ാമതായിട്ട് വരുന്നത് സ്നേക്ക് ഐലൻഡ്. പാമ്പു ദ്വീപെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പാമ്പിനെ പേടിയില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ പാമ്പുകൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ബ്രസീലിൽ നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മാറി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണിത്. ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ സ്നേക്ക് ഐലൻഡിന് നിങ്ങൾക്ക് ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ കാണാനാകും. 4000-ലധികം ഇനം പാമ്പുകളാണ് ഇവിടെയുള്ളത്. ഗോൾഡൻ ലാൻഡ് ഹെഡ് വൈപ്പർ എന്ന പാമ്പാണ് ഇതിൽ ഏറ്റവും വിഷം കൂടിയ പാമ്പായി ഇന്നും അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, എങ്ങനെയാണ് ഇവിടേക്ക് ഇത്രയധികം പാമ്പുകൾ വന്നതെന്നായിരിക്കും. ഇതിനുള്ള ശാസ്ത്രത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് കൂടിയതോടുകൂടി ഈ ദ്വീപ് കടലിന് നടുവിലായി ഒറ്റപ്പെട്ടെന്നും അവിടെ പാമ്പുകളെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിനാൽ അവ പിന്നീട് പെറ്റുപെരുകിയെന്നും പറയപ്പെടുന്നു. പക്ഷേ ബ്രസീലിലെ ആളുകൾക്കിടയിൽ ഇതിനെ വിശ്വസിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. പണ്ടുകാലത്ത് കടൽ കൊള്ളക്കാർ
സർക്കാർ ഈ ദ്വീപിൽ വലിയ നിധികൾ ഒളിപ്പിച്ചു വെച്ചുവെന്നും അതിന് കാവലായി ഏതാനും പാമ്പുകളെ വശീകരിച്ച് നിർത്തിയെന്നും പിന്നീട് അവ പെറ്റുപെരുകിയെന്നും വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് ബ്രസീലിലുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ദ്വീപിലേക്ക് പോകുന്നത് ഇന്ന് ബ്രസീൽ ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ സത്യം തേടി രഹസ്യം തേടി പോയവർ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അഞ്ചാമതായിട്ട് വരുന്നത് ഐലൻഡ് ഓഫ് ദ ഡെഡ്, മരിച്ചവർക്കുള്ള ഒരു ദ്വീപെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതെ, കേട്ടത് സത്യമാണ്. നിരവധി രഹസ്യങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞു കിടക്കുന്ന ദ്വീപുകളിൽ ഒന്നാണിത്. പഴയ ശവകുടീരങ്ങൾ, പ്രേത സ്വഭാവങ്ങൾക്കും വിചിത്ര ശബ്ദങ്ങൾക്കും പേരുകേട്ട ഒരു ദ്വീപ് കൂടിയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ആളുകൾ ധരിച്ച അവരുടെ വസ്ത്രങ്ങളുടെ പല കഷ്ണങ്ങളും ഇവിടെ ഇടയ്ക്കിടെ മണ്ണിന് മുകളിലായി കാണപ്പെടാറുണ്ടെന്ന് ഈ ദ്വീപ് സന്ദർശിച്ച പല ആളുകളും പറയുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്നും എങ്ങനെയാണ് ഈ ദ്വീപിലുള്ള ആളുകൾ മുഴുവനായും മരിച്ചു പോയതെന്നും ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒന്നാണ്. ഇത് അന്വേഷിക്കാനായി പോയ ഒരു കൂട്ടം ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും നേരിട്ടത് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും വിചിത്രമായ രൂപങ്ങളുമാണ്. ഇതോടുകൂടി അവരുടെ ഗവേഷണം പകുതി വെച്ച് നിർത്തി. പിന്നീട് ഒരിക്കലും ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആ ഭാഗത്തേക്ക്, ആ ദ്വീപിലേക്ക് പോയിട്ടില്ല. നാലാമതായിട്ട് വരുന്നത് ഏരിയ 51, ഏലിയൻസിന്റെയും മറ്റുമായി സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ താവളമാണിത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിഗൂഢതകളും രഹസ്യങ്ങളും സൂക്ഷിച്ച ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഏരിയ 51 ആണ്. അമേരിക്കയിലെ നെവാദ മരുഭൂമിയുടെ നടുവിലായാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആദ്യകാലത്ത് അമേരിക്കയുടെ മിലിറ്ററി ബേസ് ആയിരുന്നെങ്കിലും പതിറ്റാണ്ടുകളായി പിന്നീട് അന്യഗ്രഹ ജീവികൾ, UFO, അതീവ രഹസ്യ പരീക്ഷണങ്ങൾ എന്നിവയുടെ ഒരു കുപ്രസിദ്ധ ഏരിയയാണിത്. സാധാരണക്കാർക്കും എത്ര പണക്കാരായാലും പോലും ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല. ആരെ കണ്ടാലും അവരെ വെടിവെച്ച് കൊല്ലാൻ ഇതിന് കാവൽ നിൽക്കുന്ന അമേരിക്കൻ ആർമിക്ക് ചുമതലയുണ്ട്. എന്തിനേറെ പറയുന്നു, ഗൂഗിൾ മാപ്പിൽ പോലും കൃത്യമായി രേഖപ്പെടുത്താത്ത ഇതിന്റെ വളരെ ചുരുക്കം ഇമേജുകൾ, അതും സാറ്റലൈറ്റ് വഴി എടുത്ത ഫോട്ടോകൾ മാത്രമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നും എന്ത് രഹസ്യങ്ങളാണ് ഇതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഇന്നും ആർക്കും അറിയില്ല. മൂന്നാമതായിട്ട് വരുന്നത് അയോഗി ഗഹാര ഫോറസ്റ്റ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മരിക്കാൻ പോകുന്നവർക്കായിട്ടുള്ള ഒരു കാടെന്ന് പറയാം. ആത്മഹത്യകൾ പതിവായി നടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ ഫോറസ്റ്റ് ലോകത്ത് കുപ്രസിദ്ധമായി മാറിയത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മഹത്യ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരും അല്ലാതെയും ഒക്കെയായിട്ട് സ്വയം മരിക്കാൻ എത്തുന്ന ജപ്പാനിലെ ഒരു സ്ഥലമാണിത്. പുറം ലോകത്തെ അറിയാതിരിക്കാൻ ഇവിടെ എത്ര ആളുകൾ ഓരോ വർഷവും വന്ന് മരിക്കുന്നുണ്ടെന്ന് ജപ്പാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആത്മഹത്യ ചെയ്യാനായി എത്തുന്ന ആളുകളെ തടയാനായി ഇവിടെ 24 മണിക്കൂറും സെക്യൂരിറ്റിമാരും ജപ്പാനിലെ പോലീസുകാരും ഈ ഭാഗത്ത് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറത്തേക്ക് ഈ കാടിന്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള ഓരോ ബോർഡുകളും കാണാനാകും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ആത്മഹത്യ അതിന് പരിഹാരമല്ല, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇത്തരത്തിലുള്ള ബോർഡുകൾ ഈ ഫോറസ്റ്റിനകത്ത് നിരവധി ഭാഗത്തായിട്ട് കാണാനാകും. അത്രയേറെ ആത്മഹത്യക്ക് പേര് കേട്ട ഒരു സ്ഥലമാണിത്. പക്ഷേ എന്തുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ജീവൻ ഒടുക്കാനായിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നതെന്ന് ഇന്നും ഭൂമിയിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. രണ്ടാമതായിട്ട് വരുന്നത് ബർമുഡ ട്രയാങ്കിൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ രഹസ്യങ്ങളും നിഗൂഢതകളും മറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് നിങ്ങൾക്ക് കാണാനാകും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശം നടുഭാഗത്തായിട്ടാണ് ഈ ഭാഗം കാണപ്പെടുന്നത്. മിയാമി, ബർമുഡ, പ്യൂർട്ടോ റിക്കോ എന്ന 3 ബിന്ദുക്കളിൽ നിന്ന് ഒരു ത്രികോണ ഷേപ്പിൽ കാണപ്പെടുന്ന 3 ഭാഗത്തിന്റെ പേരുകളാണിത്. ഈ ഭാഗത്ത് വെച്ച് നിരവധി കപ്പലുകളും വിമാനങ്ങളും അപ്രതീക്ഷിതമായിട്ടുണ്ട്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നായിരിക്കും ഈ സ്ഥലത്ത് വലിയ കാറ്റ് വീശി അപകടമുണ്ടാക്കുന്നത്. ഈ ഒരു ഭാഗത്തെ കുറിച്ച് ഇന്ന് ലോകത്ത് പല രീതിയിലുമുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതുവഴി പോകുന്ന കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പിടികൂടാനായി എന്തോ വലിയൊരു ശക്തി ഈ ഭാഗത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. ഇതുമായിട്ട് ശാസ്ത്ര ലോകത്തിന് പറയാനുള്ളത് എന്താണെന്നാൽ ഈ ഭാഗത്ത് ദിവസവും നിരവധി തവണ വലിയ കാറ്റുകൾ വീശാറുണ്ട്. അവയെല്ലാം കാന്തിക വൈകല്യങ്ങളോട് അഥവാ മാഗ്നറ്റിക് അനോമലസുമായി ചേരുമ്പോൾ സമുദ്രത്തിൽ വലിയ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നു. ഇങ്ങനെ അതുവഴി പോകുന്ന കപ്പലുകളും വിമാനങ്ങളും ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് നിയന്ത്രണം വിട്ട് അതിൽ പെടുന്നതാകാമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരും ഇന്ന് ലോകത്തുണ്ട്.
ഒന്നാമതായിട്ട് വരുന്നത് നോർത്ത് സെന്റിനിയൽ ഐലൻഡ്. 60,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ചിരുന്നത് അതിന്റെ ഇന്ന് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് സെന്റിനിയൽ ഐലൻഡ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിലുള്ള ആളുകൾ ഇന്നും ശിലായുഗത്തിലാണ്. പുറം ലോകത്ത് നിന്ന് ഇവിടേക്ക് ആര് വന്നാലും ഈ വിഭാഗം ഗോത്രങ്ങൾ അമ്പും വില്ലും ഉപയോഗിച്ച് ആക്രമിക്കും. 2006 ചില മത്സ്യ തൊഴിലാളികൾ അബദ്ധത്തിൽ ഈ ദ്വീപിലേക്ക് എത്തിയപ്പോൾ സെന്റിനിയിലുള്ള ഗോത്ര വിഭാഗങ്ങൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവരെ അമ്പും വില്ലും ഉപയോഗിച്ച് കൊലപ്പെടുത്തി. ഇതറിഞ്ഞ ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്ററിലൂടെ അവരുടെ മൃതദേഹങ്ങൾ ശേഖരിക്കാനായി പോയപ്പോൾ ഹെലികോപ്റ്ററിനു നേരെ അമ്പ് വിടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും അപകടങ്ങൾ ഉള്ളതിനാൽ തന്നെ നോർത്ത് സെന്റിനിയൽ ഐലൻഡിലേക്ക് പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം.